വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ക്യാപ്സ് ലോക്കാണ്, പിന്നെ ഇതൊക്കെ ലെറ്റേഴ്സാണ്. ആ വീഡിയോ കാണാത്തവരൊന്ന് കാണുക. വലിയ അക്ഷരങ്ങൾ, ചെറിയ അക്ഷരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ക്യാപ്സ് ലോക്ക് എങ്ങനെ ഓൺ ചെയ്യണം എന്നൊക്കെയുള്ളത്. അപ്പം നമുക്കിവിടെ കുറച്ച് ക്യാപ്ചകൾ അടിച്ചു നോക്കാം. എങ്ങനെയാണ് ഇപ്പം ഞാനിപ്പോൾ ഒരു ക്യാപ്ചർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. CRN8KD. അതിൽ ക്യാപിറ്റലും സ്മോളും മിക്സ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ക്യാപിറ്റലും സ്മോളും മിക്സ്ഡ് ആയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് C ക്യാപിറ്റൽ ആയതുകൊണ്ട് നമ്മൾ C എന്ത് ചെയ്യാം, ക്യാപ്സ് ലോക്ക് ഇട്ടിട്ട് C ടൈപ്പ് ചെയ്തു. ഇനി 6 സ്മോളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യണം. എന്നിട്ട് 6 സ്മോൾ അടിച്ചു കൊടുക്കുക. N-ഉം സ്മോളാണ്, അപ്പോൾ N-ഉം അടിച്ചു കൊടുക്കുക. 8-നും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി K-യും സ്മോളാണ്, K-യും അവിടെ അടിക്കാം. ഇനി D ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ വരുമ്പോൾ നമ്മൾ ഒന്നും കൂടി ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് D അടിച്ചു കൊടുക്കാം. അപ്പോൾ സിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തു. അതിനുശേഷം 6 അടിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സ് ലോക്ക് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. വേറൊരു ക്യാപ്ച കാണിച്ചു തരാം. HR0O23. അപ്പോൾ ഇതിൽ ക്യാപ്സ് ലോക്ക് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുക. അതിനുശേഷം H അടിക്കുക. ഇനി വരുന്നത് 6 ആണ്. അപ്പോൾ 6 അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യണം. 6 അടിച്ചു. ഇനി വരുന്നത് 0 ആണ്. 0 അടിക്കാൻ വേണ്ടിയിട്ട് 0 നമുക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ വരുന്നത് സ്മോൾ O ആണ്. അപ്പോൾ 6-ന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർമ്മിക്കണം. അപ്പോൾ നമ്മൾക്ക് O അടിച്ചു കൊടുക്കാം. സ്മോളിലാണ് ഇപ്പോൾ എന്തുള്ളത്, നമ്മുടെ കമ്പ്യൂട്ടർ കീബോർഡ് ഉള്ളത്. പിന്നെ 2, 3 നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. അടുത്തത് നമുക്കായിട്ട് വരുന്നത് HNMSV1 ആണ്. അപ്പോൾ ഇത് വേറെ ക്യാപ്ചയാണ് കേട്ടോ. അടുത്ത ക്യാപ്ച NMSV1 ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്സ് ലോക്ക് ഇപ്പോൾ ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യുക, ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്യുക. ഇപ്പം നമ്മൾ ഓഫിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, ക്യാപ്സ് ലോക്കിന് ഒന്നും ചെയ്യേണ്ട. N അടിച്ചു കൊടുത്തു. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് M അടിച്ചു കൊടുക്കുക. പിന്നെ സ്മോൾ S ആണ്, സ്മോൾ v1 അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി HZQRM മൊത്തം ക്യാപിറ്റലാണ്. അതെങ്ങനെയാണ് അടിച്ചു കൊടുക്കാൻ നോക്കാം. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുക. HZQRM. ഓക്കെ, ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് HZQRM അടിച്ചു കൊടുക്കുക. ഇനി അടുത്തത് മൊത്തം HNM21 സ്മോളാണ് വരുന്നത്. അപ്പോൾ ക്യാപ്സ് M21 അതും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. SRW13 മൊത്തം സ്മോൾ ലെറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ക്യാപ്സ് ലോക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്യണം. ക്യാപ്സ് ലോക്ക് നിങ്ങൾ അല്ലാത്ത പക്ഷം നമുക്ക് ഈ കീബോർഡിൽ ഈ ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റേഴ്സേ വരുള്ളൂ. അതെങ്ങനെ ടൈപ്പ് ചെയ്യാൻ നോക്കാം. SRW13 അങ്ങനെ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. മൊത്തം സ്മോൾ ലെറ്ററും ഒരു നമ്പറുമാണ്. അപ്പോൾ ക്യാപ്സ് ലോക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാം. ACBD1 അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രയേ പരിപാടിയുള്ളൂ. സ്മോൾ ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാപ്സ് ലോക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്തിടണം. നമ്മൾ അല്ലാത്ത പക്ഷം നമ്മൾ കീബോർഡിൽ നമ്മൾ ഏത് ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും നമുക്ക് വരുന്നത്, ഇപ്പോൾ ഫസീല ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നത്, ഇതിലിപ്പോൾ ക്യാപിറ്റൽ ലെറ്ററാണ് കാണുന്നതെങ്കിലും വരിക സ്മോൾ ലെറ്റർ മാത്രമായിരിക്കും. അത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി ഒന്നുകൂടി നോക്കാം. അടുത്തത് DE3AM. ഇതിൽ ക്യാപിറ്റലും സ്മോളും മിക്സ്ഡ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സ്മോൾ ലെറ്ററിന് ഞാൻ പറഞ്ഞു ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യാം. D അടിച്ചു, E അടിച്ചു, 3 അടിച്ചു. ഇനിയാണ് ക്യാപിറ്റൽ ലെറ്റർ അടിക്കാൻ പോകുമ്പോഴേ നമുക്ക് ഈ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓൺ ചെയ്തു. A
വീണ്ടും സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്ത് സ്മോൾ എം അടിച്ചു കൊടുക്കുക. ഓക്കെ, 1 2 3 4 6 വെറും നമ്പേഴ്സാണ്. അതിൽ നമ്പേഴ്സ് ആയിരിക്കുമ്പോൾ നമുക്ക് ഈ ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ അടിച്ചു കൊടുക്കാം. 1 2 3 4 5 6 കഴിഞ്ഞു അവിടെ. ഇനി അടുത്തത് ZX1B8. ഇതിൽ ക്യാപിറ്റലും സ്മോളും മിക്സ്ഡ് ആണ്, നമ്പേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ Z ആണ് അടിക്കേണ്ടത്. നമ്മൾ സ്വാഭാവികമായി ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുക, Z അടിക്കുക. എക്സ് സ്മോളാണ്, ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യുക, എക്സ് അടിക്കുക. 1 ക്യാപ്സ് ലോക്ക് ഓഫിലാണ്, കാരണം എക്സ് നമ്മൾ സ്മോളിൽ ആണ് ഇപ്പോൾ അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിനി ക്യാപ്സ് ലോക്ക് ഓഫ് ആവേണ്ട ആവശ്യമില്ല. B8 മനസ്സിലായല്ലോ. ഒരു ക്യാപ്ചയും കൂടി ഞാൻ കാണിച്ചു തരാം. ക്യാപിറ്റൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. SARDQ. അതിന് ക്യാപ്സ് ലോക്ക് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്ത് അവിടെ ഇടുക. SRDQ എവിടെ? DQ. ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അടിക്കുമ്പോൾ നമ്മൾ ക്യാപ്സ് ലോക്ക് ഒരു ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ നിങ്ങൾക്ക് അവിടെ തന്ന ഇത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്യാപ്സ് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ക്യാപ്ച നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ക്യാപ്സ് ലോക്ക് ഇട്ട് ഒരു ലെറ്റർ അടിച്ചു, പിന്നെയും ക്യാപ്സ് ലോക്ക് ഇട്ട് ഒരു ലെറ്റർ അടിച്ചു, പിന്നെയും ക്യാപ്സ് ലോക്ക് ഇട്ട്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുമ്പോൾ സ്മോൾ ലെറ്ററാണ് വരിക. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുമ്പോൾ ക്യാപ്സ് ലോക്ക് ആവും, ഓഫ് ചെയ്യുമ്പോൾ പിന്നെ വരുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കും. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം ഉള്ള ഒരു ക്യാപ്ച ഇവിടെ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമുള്ള ക്യാപ്ച നമ്മൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ മാത്രമുള്ള ക്യാപ്ച ആണെങ്കിൽ ഈ ക്യാപ്സ് ലോക്ക് ഓഫ് ആണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്യുക, ഓൺ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഓഫ് ആണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഓൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ തന്നിരിക്കുന്ന ക്യാപ്ചകൾ ടൈപ്പ് ചെയ്യാം. RMNQB. ഓക്കെ, അത് ഈ ഓരോ ലെറ്റർ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും പോയിട്ട് ക്യാപ്സ് ലോക്ക് വീണ്ടും 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 ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാപിറ്റൽ ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ക്യാപ്സ് ലോക്ക് അടിച്ചു കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ R അടിച്ചു, വീണ്ടും പോയി ക്യാപ്സ് ലോക്ക് ഇട്ടിട്ട് M ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ M സ്മോൾ ലെറ്റർ ആയിട്ടാണ് വരിക കേട്ടെ. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം ടൈപ്പ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ക്യാപ്സ് ലോക്ക് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് നിങ്ങൾക്ക് ക്യാപ്ച ചെയ്ത് തന്നതെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് ആ ലെറ്റേഴ്സ് മുഴുവൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് മാത്രമായിട്ട് വന്നാലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് വരണമെങ്കിൽ ഓഫ് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് MQJRT മൊത്തം സ്മോൾ ലെറ്റേഴ്സാണ്. ക്യാപ്സ് ലോക്ക് ഓൺ ആയത് നമ്മൾ ഓഫ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഈ ഒരു ലെറ്റേഴ്സ് മൊത്തം അടിച്ചു കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ക്യാപിറ്റലൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാപ്സ് ലോക്ക് ഓൺ ആവേണ്ട ആവശ്യമില്ല. MGJRT ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ കൂടെ നമ്പേഴ്സ് വരുന്നത് നോക്കാം. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ കൂടെ നമ്പേഴ്സ് വന്നാലും സെയിം. ആദ്യം ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യാം. R1 SM2 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി സ്മോൾ ലെറ്ററിൻ്റെ കൂടെ വന്നാലോ, നമ്പേഴ്സ് വന്നാൽ ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യുക. സെയിം Q2T3H ടൈപ്പ് ചെയ്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇനി മൊത്തം നമ്പേഴ്സ് വന്നാലുള്ള കാര്യം നമുക്ക് നോക്കാം. ഇത് ക്യാപ്സ് ലോക്ക് ഓണോ ഓഫോ ഒന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. മൊത്തം നമ്പേഴ്സ് ആണെങ്കിൽ 1 2 0 3 6 അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്യാപ്ചയിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണെങ്കിൽ
ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലെറ്റർ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ എന്താണ് നമ്മുടെ സ്ക്രീനിൽ വരുന്ന നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സ്ക്രീനിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്നറിയാൻ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തു. സ്ക്രീനിൽ സ്മോൾ ലെറ്ററാണ് വരുന്നതെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓഫാണ്, നമ്മൾ ഓൺ ചെയ്യണം. ആ ഒരു ലെറ്റർ നമുക്കിവിടെ ഡിലീറ്റോ ബാക്ക് സ്പേസ് കീയോ ബാക്ക് സ്പേസ് കീയോ ഉപയോഗിച്ച് നമുക്ക് ആ ലെറ്ററിനെ മായ്ച്ചിട്ട് വേഗം ക്യാപ്ച എൻ്റർ ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് മൊത്തം ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും പറഞ്ഞു തരുന്നത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് അരോചകരമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ നിങ്ങൾക്ക് എത്രയും മനസ്സിലാക്കി തരാൻ പറ്റുമോ അത്രയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ളത് നമുക്കൊന്നുകൂടി ലാസ്റ്റായിട്ട് ചെയ്ത് നോക്കിയാലോ? ഈ ഒരു ക്യാപ്ച നോക്കൂ, R2MQJ. ഇതിൽ ക്യാപിറ്റലും ഉണ്ട് സ്മോളും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് നമ്മൾ നോക്കുക. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ് അല്ലേ? അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്യുക. ഫസ്റ്റ് ലെറ്റർ R അടിച്ചു കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ഏതാണ്? 2 ആണ്, അതും അടിച്ചു കൊടുത്തു. ഇനി നെക്സ്റ്റ് M സ്മോളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് Rന് വേണ്ടി ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തത് ഓർക്കുക, അത് ഓഫ് ചെയ്യുക. അതിനുശേഷം M അടിച്ചു കൊടുക്കുക. വീണ്ടും ക്യാപിറ്റൽ ലെറ്ററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എമ്മിന് വേണ്ടിയിട്ട് ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂവിന് വേണ്ടി ഓൺ ചെയ്യുക, ക്യൂ അടിച്ചു കൊടുക്കുക. വീണ്ടും സ്മോൾ ലെറ്ററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്യൂവിന് വേണ്ടി നമ്മൾ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് തുറക്കുക, അത് ഓഫ് ചെയ്ത ശേഷം ജി അടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ക്യാപ്സ് ലോക്കിനെ പറ്റിയും ഡിലീറ്റ് കീകളെ പറ്റിയും എൻ്റർ കീനെ പറ്റിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്യാപ്സ് ലോക്ക്, ഇതാണ് ഷിഫ്റ്റ്, ഇതാണ് എൻ്റർ, ഇതാണ് ബാക്ക് സ്പേസ് ഒക്കെ ഞാൻ വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ പിന്നെ ക്യാപ്ച തെറ്റിപ്പോയി, അപ്പോൾ ഡി അടിക്കേണ്ട സ്ഥാനത്ത് R അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മായ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ അത് പോവും. ഡിലീറ്റ് ബട്ടണും അതിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് വിശദമായിട്ട് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ കേൾക്കുന്നവർക്ക് അരോചകരമായിട്ട് തോന്നും. അപ്പോൾ ഇനി നമ്മൾക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് ഷിഫ്റ്റ് പ്ലസ് ലെറ്റർ ഓപ്ഷനും ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഷിഫ്റ്റ് ഇപ്പോൾ ഒരു ക്യാപിറ്റൽ സ്മോളൊക്കെ മിക്സ് ചെയ്ത് വന്നാൽ ചിലപ്പോൾ ക്യാപ്സ് ലോക്ക് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്യാപ്സ് ലോക്ക് ആവുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ എ അടിച്ചു കഴിഞ്ഞാൽ സ്മോൾ വന്നു, എസ് ഡി ഇതിലേത് ലെറ്ററും ക്യാപ്സ് ലോക്ക് ഓഫിലാണെങ്കിൽ ഇതിലേത് ലെറ്ററും നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ കീബോർഡിൽ ക്യാപിറ്റലാണ് ഉള്ളത്, പക്ഷേ ഇനി നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ വരും. ഓക്കെ, അത് ചിന്തിക്കുക. പിന്നെ ഷിഫ്റ്റ് അടിക്കുന്നത് ഷിഫ്റ്റ് പ്ലസ് ലെറ്റർ നമ്മളിങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എസ് അവിടെ വരും. ഷിഫ്റ്റ് പ്ലസ് ലെറ്റർ ക്യാപിറ്റൽ ബി അവിടെ വരും. ഷിഫ്റ്റ് പ്ലസ് വൈ ക്യാപിറ്റൽ ലെറ്റർ അവിടെ വരും. ആ ഇടത് കൈ കൊണ്ട് എത്താത്ത അക്ഷരങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും എത്തില്ലല്ലോ, ഈ ഒരു ഇവിടം വരെ നമുക്ക് ഈസി ആയിട്ട് എത്തുള്ളൂ. ഇത്രയും ഇങ്ങനെ ഒരു കൈ ഇവിടെ വെച്ച് ഇത്രയും ഭാഗങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ ഷിഫ്റ്റ് പ്ലസ് യു, ഷിഫ്റ്റ് പ്ലസ് ജെ, ഷിഫ്റ്റ് പ്ലസ് കെ എല്ലാം ക്യാപിറ്റൽ വരുന്നതായിരിക്കും. ഷിഫ്റ്റ് പ്ലസ് പി അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ക്യാപ്സ് ലോക്ക് യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. കീബോർഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാത്തത്. കീബോർഡ് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു ഈ ക്യാപ്സ് ലോക്കും. കമ്പ്യൂട്ടറൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ കണ്ടതാണ്. നമ്മുടെ വീട്ടിലൊന്നും കമ്പ്യൂട്ടറൊന്നും ഇല്ല. പിന്നെ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി എക്സാമിന്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഈ ഒരു പഴയ ഒരു കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് കിട്ടിയപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക.